നിങ്ങൾ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. നിങ്ങളൊരു കല്യാണ ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. കണ്ടിട്ട് എന്താ തോന്നുന്നു? ലെസ്ബിയൻസ് എന്നല്ലേ തോന്നത്തുള്ളൂ. അപ്പൊ ലെസ്ബിയൻസ് ആണ്. മറ്റേ സോഹ ചേച്ചി അല്ലേ? എന്നിട്ട് സോഹ പേരെന്തുവായിരുന്നു? ഞാൻ പറയും സ്നേഹ. ചിലരിങ്ങനെ സോഹൻ ചേട്ടന്റെ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞുവാണോ, ഇതിന്റെ സംസാരം എന്താ, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നോർമലി ഞാൻ ഇങ്ങനെയാ. യൂട്യൂബിനകത്ത് എനിക്ക് ഫാൻസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫാൻസ് ഇല്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സ്നേഹ എന്ത് ഇങ്ങനെയാണോ, റിയൽ ലൈഫിൽ ഇതുപോലെയാണോ സംസാരിക്കുന്നത്, കൊഞ്ഞിയാണോ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ അപ്പുക്കുട്ടൻ എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ഞാനിപ്പോ ഒരു വെബ് സീരീസ് ചെയ്തു, അത് പക്ഷെ എനിക്കങ്ങ് അഭിനയിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ചേട്ടൻ പറയും ഇങ്ങനെ അത് സോഹന്റെ വീഡിയോയിൽ മതി, ഇതൊന്നും വേണ്ടാന്ന് പറയും. ഫുള്ള് ഡിപ്രഷനാണ്. സ്നേഹയ്ക്ക് ഡിപ്രഷനാണ്, ഇടയ്ക്ക് പാനിക് അറ്റാക്സ് വരും, അങ്ങനെയൊക്കെയാ. ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു ഒരു 6 മാസമായി. ഫസ്റ്റ് ബ്രേക്കപ്പ് ആണോ? എന്റെ അടുത്ത് പറയാം അരികെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് അരികയിൽ നല്ല സ്റ്റാൻഡേർഡ് പയ്യന്മാരാന്നൊക്കെ എന്നോട് സ്നേഹിക്ക് വരുന്ന കമന്റാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. സ്നേഹം ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തൊരു വെബ് സീരീസ് ചെയ്യുവാന്ന് നിങ്ങൾ പറഞ്ഞു, ഇനി പ്ലാൻ ഉണ്ട്. അപ്പൊ എങ്ങനത്തെ ഒരു ക്യാരക്ടർ, എങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും എടുക്കുന്നത്? സ്റ്റോറിയാ ബ്രേക്കപ്പ് അങ്ങനെയല്ല. ഹായ്, ഞാൻ അശ്വതി. ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്കിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് 2 ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം, സ്നേഹ ആൻഡ് ജയിത്ര. വെൽക്കം. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം ചോദിക്കും, നിങ്ങൾ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. നിങ്ങളൊരു കല്യാണ ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. നിങ്ങൾ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് എല്ലാവരും പറഞ്ഞു. കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് ആ ഫോട്ടോ കല്യാണത്തിന്റെ ഫോട്ടോ ആണോ, പിന്നെ ലെസ്ബിയൻസ് എന്നല്ലേ തോന്നത്തുള്ളൂ. അപ്പൊ ലെസ്ബിയൻസ് ആണ്. അല്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആണോ എന്ന്. പക്ഷെ അല്ല, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇൻഫ്ലുവൻസർ ലൈഫൊക്കെ? കുഴപ്പമില്ല. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇതാക്കാം. പിന്നെ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ കൊറേയൊക്കെ മാറി, ഫുള്ള് മാറിയിട്ടില്ല. പക്ഷെ സ്നേഹ എല്ലാരും അറിയുന്നത് സ്നേഹ എന്നല്ല, സോഹ അല്ലേ? സോഹ എന്നുള്ള ആ ഒരു വിളിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ആ ഒരു കോമ്പിനേഷൻ ആരും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അടിപൊളിയാന്ന്? എല്ലാരും സോഹ പേരല്ല വിളിക്കുന്നത്. എല്ലാരും വന്നിട്ട് മറ്റേ സോഹ ചേച്ചി അല്ലേ? എന്നിട്ട് സോഹ പേരെന്തുവായിരുന്നു? ഞാൻ പറയും സ്നേഹ. ഞാൻ മുന്നേ വേറൊരു ടീമിനോട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സോഹൻ ചേട്ടന്റെ അടുത്ത് വന്നപ്പോഴായിരുന്നു ഇത്രയും ഫെയിമായി ആൾക്കാരൊക്കെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, നിങ്ങൾ ചെറുപ്പം തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ മുമ്പ് വേറൊരിടത്താ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് കമ്പനി ആയതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് സോഹൻചാറിന്റെ അവിടെ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴാണ് ഇതിലോട്ട് വന്നത് ഈ ഒരു ഇൻഫ്ലുവൻസിങ് കണ്ടന്റ് ഒക്കെ? ഞാനൊരു 2 വർഷമായി. ഫസ്റ്റ് പറഞ്ഞപ്പോ അയ്യോ എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ, അപ്പൊ ആ സോഹം പറഞ്ഞ് അഭിനയിക്കേണ്ട, ജീവിച്ചാൽ മതി. സ്നേഹയുടെ ഒരു കറക്റ്റ് ഒരു ക്യാരക്ടർ ആണല്ലേ അതില്. എല്ലാരും പറയുന്നത്, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാരും, സ്നേഹയുടെ ഒരു കറക്റ്റ് ക്യാരക്ടർ. അങ്ങനെയാണ്. അല്ലെ, ചിലരിങ്ങനെ സോഹൻ ചേട്ടന്റെ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞുവാണോ, ഇതിന്റെ സംസാരം എന്താ, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നോർമലി ഞാൻ ഇങ്ങനെയാ. സംസാരിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാരും ചോദിക്കും ഇതെന്താ ഇതിങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ഒരു ഫാൻ ബേസ് ഉണ്ട് സ്നേഹക്ക് ഇങ്ങനെ സംസാരിച്ച്. ചിലവർക്ക് സ്നേഹയുടെ സംസാരം കമന്റ്സ്. യൂട്യൂബിനകത്ത് എനിക്ക് ഫാൻസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫാൻസ് ഇല്ല. യൂട്യൂബിൽ സോഹൻ ചേട്ടന്റെ വീഡിയോയിൽ വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ മറ്റേ ചേച്ചി എവിടെ, ചേച്ചിയുടെ സോഹാവിളിയെ ഇഷ്ടം, അങ്ങനെയൊക്കെ. മറ്റേ വേറെ പെണ്ണോട് ചെയ്യുമ്പോൾ സ്നേഹം. അല്ല, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സ്നേഹ എന്ത് ഇങ്ങനെയാണോ, റിയൽ ലൈഫിൽ ഇതുപോലെയാണോ സംസാരിക്കുന്നത്, കൊഞ്ഞിയാണോ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവള് ശരിക്കും അങ്ങനെ. ഞങ്ങൾ 3 പേരാ ഫ്രണ്ട്സ്, ഞാനും ലക്ഷ്മി, സ്നേഹ. ഞങ്ങളുടെ കൂട്ടത്തിലെ അപ്പുക്കുട്ടൻ എന്നാ ഞങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, സോഹന്റെ വീട്ടിൽ പോകുമ്പോ അവന്റെ അമ്മയോട് സംസാരിക്കില്ല, വാ തുറന്ന മണ്ടത്തരം പറയുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും ലക്ഷ്മിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്ന് സ്നേഹയുടെ പോയി ഇരുന്ന നമുക്ക് ചിരിക്കാനുള്ളൊരു എന്തെങ്കിലും സ്നേഹയുടെ അടുത്ത് നിന്ന് കിട്ടും. പക്ഷെ സ്നേഹയുടെ സ്റ്റോറി എങ്ങനെ? സ്നേഹയുടെ സ്റ്റോറി ഫുള്ള് ഡിപ്രഷനാണ്. സ്നേഹയ്ക്ക് ഡിപ്രഷനാണ്, ഇടയ്ക്ക് പാനിക് അറ്റാക്സ് വരും, അങ്ങനെയൊക്കെയാ. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ് അവളുടെ കൂടെ. അതെന്താ ഇത്രയും ഡിപ്രഷൻ വരെ? വല്ല ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു ഒരു 6 മാസമായി. ഇതിന് കമന്റ്സ് ക്യൂട്ട്നെസ് ഞാൻ ഇവിടെ നിന്ന് ആ കമന്റ്സ് ഒക്കെ ആലോചിക്കുക. ഓക്കെ, അത് എങ്ങനെയായിരുന്നു ബ്രേക്കപ്പ്? പറയാൻ താല്പര്യമുള്ള കാര്യമാണ്? അല്ല, ഒരു പ്രത്യേക സിറ്റുവേഷൻ. ഇതിപ്പോ ഇപ്പോഴത്തെ കാലം ആലോചിക്കുമ്പോഴത്തേക്ക് സങ്കടം വരും. പിന്നെ ആളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? മിണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം മിണ്ടില്ല. അല്ല, ഇടയ്ക്ക് വെച്ചിട്ട് മിണ്ടുമായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും ഞാനും അങ്ങോട്ട് മെസ്സേജ് ഒന്നും ഇടാൻ പോവില്ല. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ബ്രേക്കപ്പ് പോകുമ്പോൾ ഭയങ്കര വിഷമവും ഭയങ്കര കരച്ചിലും, പക്ഷെ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഓക്കെ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ?
ഇവരുള്ളതുകൊണ്ട് ഞാൻ ഓക്കെയാ. ഇവളും പിന്നെ ലക്ഷ്മി എന്ന് പറയാൻ എന്താ സങ്കടം ഉണ്ടെങ്കിൽ ഇതൊന്നും വീട്ടിൽ അറിയായിരുന്നു. വീട്ടിൽ ചെന്ന് പറയുന്നതിന് ഒരു പരിധിയില്ലേ. അപ്പൊ ഞാൻ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഇവരെടുത്ത് തരാം. അപ്പൊ വീട്ടിലൊക്കെ പറയോ ബ്രേക്കപ്പ് പോയെന്ന് നമ്മളൊക്കെ വീട്ടിൽ അറിയായിരുന്നു അറിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ആ ഒരു റിലേഷൻ പോയതിനു ശേഷം നമ്മൾ എല്ലാരും പറയും നമുക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും സെറ്റ് ആക്കാം, അല്ലെങ്കിൽ വേറൊരാള് വന്ന് നോക്കി, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇനി അടുത്തൊരു റിലേഷൻ, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയാണോ? അങ്ങനൊന്നും തോന്നിയിട്ടില്ല. അതൊന്നും തോന്നിയിട്ടില്ല. അല്ല എപ്പോഴും തോന്നാണെങ്കിൽ ഞങ്ങള് പറയും എങ്ങനെയെങ്കിലും നിനക്ക് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും കരച്ചില് കേൾക്കുന്ന ഞങ്ങൾ എപ്പോഴും വിഷമമാ കൗൺസിലിങ്ങിന് അങ്ങനെയൊക്കെ കുറെ ഇതായിട്ടൊക്കെ. കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? അല്ല പോയിട്ടില്ല, പോണം. കാര്യം ഒട്ടും ഓക്കെ അല്ലാതിരിക്കുന്നത്. ഫസ്റ്റ് ബ്രേക്കപ്പ് ആണോ? ഫസ്റ്റ് ബ്രേക്കപ്പ് അല്ല, കൊറേ ആയി. മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞതായിരുന്നു. ആണോ? എൻഗേജ്മെന്റ് കഴിഞ്ഞാണോ? അതൊന്നും ഞാൻ അതില്ല, എന്റെ 19ാമത്തെ വയസ്സിൽ. അത് ലവ് മാരേജ് ആയിരുന്നു? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇപ്പഴാ കേൾക്കുന്നത്. ഓക്കെ, അത് ലവ് മാരേജ് അല്ലായിരുന്നു? എന്നിട്ട് അതെന്താ പോയത്? അത് ഫാമിലിയില് തമ്മിലുള്ള ഇഷ്യൂ. ആള് പാവാ, ആളുടെ ഫാമിലി ആയിട്ടുള്ളത് കാരണം. അപ്പൊ അന്ന് സമ്മതിച്ചു? എനിക്ക് 19 വയസ്സേ ഉള്ള എൻഗേജ്മെന്റിന് അങ്ങ് സമ്മതിച്ചോ? എനിക്കപ്പോ മറ്റേ കല്യാണം കഴിക്കണം അങ്ങനെ ഒരു ഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അയ്യോ വേണ്ട. ചില പെൺകുട്ടികൾ 18 വയസ്സ് കഴിയുമ്പോൾ മെച്ചൂരിറ്റി ഇല്ലാതെ പെട്ടെന്ന് പോയി കല്യാണം കഴിക്കുന്ന അപ്പോഴത്തെ ഒരു ഇതിന് എനിക്ക് കല്യാണം കഴിച്ച അടിപൊളി എന്ന് വെച്ച് പോകുന്നവരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ലൈഫ് പോയി ഇതില് പോയതാ, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അത് പോയപ്പോ സന്തോഷം. അന്നങ്ങ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഫേമസ് ആകുമായിരുന്നു. ഒക്കത്തൊരു കൊച്ചൊക്കെ ആയിട്ട് ഞങ്ങളത് പറയാറുണ്ട്. കൊച്ചിനെ കുറുക്കൊക്കെ അവളെ ഒരു കൊച്ച്. ഓക്കെ, എല്ലാരും വെച്ച് സോഹനും സ്നേഹയാണ് റിലേഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാരും വിചാരിച്ചതാ. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ആണല്ലേ? ഫ്രണ്ട്സാ. നമുക്കൊക്കെ തെറ്റിദ്ധരിപ്പോ സോഹനാണോ എവളാണോ ആരാണ് റിലേഷൻ എന്ന് പറഞ്ഞോടാ. എല്ലാരും വിചാരിച്ചു നിങ്ങൾ കപ്പിൾസ് ആണ്, നിങ്ങൾ ഭയങ്കര ഇതാണെന്ന്. പക്ഷെ ആദ്യം മറ്റേ മിതാലി എന്ന് പറയുന്ന അവര് കപ്പിൾസ് ആണ്, അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് കപ്പിൾസ് ആയിരിക്കും. പിന്നെ ഇപ്പൊ എല്ലാരും ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴും എല്ലാരും വന്ന് ചോദിക്കും സോഹനുമായിട്ട് റിലേഷൻഷിപ്പ് ആണോ? സോഹന് കേൾക്കുമ്പോ എന്ത് പറയും? എന്താ പറയാ, അങ്ങനെയൊന്നും ഇല്ല. കമന്റ് ഒക്കെ വരാറുണ്ട് സോഹൻ ചേട്ടൻ. നിങ്ങളാണ് ഭയങ്കര മാച്ച് വീഡിയോസിലൊന്നും ഒത്തിരി പേരും കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സോഹന് ചേരുന്നവര് നിങ്ങൾ ഒത്തിരി മറ്റേ കപ്പിളിന്റെ, അതായത് ആള് മെച്ചൂരിറ്റി ഇല്ലായ്മയായിട്ടുള്ള ഒരു ക്യാരക്ടർ, കുട്ടിത്തമുള്ള ക്യാരക്ടറാണ് കൂടുതലും ചെയ്യുന്നത്. അതിനാണ് ഒരു പ്രത്യേക ഫാൻ ബേസ് അല്ലേ? അപ്പൊ അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ആരാ പറയുന്നത് ചെയ്യാൻ? സോഹൻ ചേട്ടൻ തന്നെയാ. സോഹൻ ചേട്ടൻ ആ ത്രെഡും കാര്യങ്ങളും, പിന്നെ അവരൊരു ടീമുണ്ട്, എല്ലാരുമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എല്ലാം സോഹൻ ചേട്ടൻ തന്നെയാ. അവരാണോ കണ്ടന്റ് ഒക്കെ എഴുതുന്നത്? ഓക്കെ. അപ്പൊ ഈ കണ്ടന്റ് അത് പറഞ്ഞപ്പോ സ്നേഹം എന്താ, എനിക്കിത് പറ്റും ഇങ്ങനെ ചെയ്യാൻ? പ്രത്യേകിച്ച് അഭിനയിക്കണ്ടല്ലോ. ഞാനിപ്പോ ഒരു വെബ് സീരീസ് ചെയ്തു, അത് പക്ഷെ എനിക്കങ്ങ് അഭിനയിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ചേട്ടൻ പറയും ഇങ്ങനെ അത് സോഹന്റെ വീഡിയോയിൽ മതി, ഇതൊന്നും വേണ്ടാന്ന് പറയും. സോഹൻ ചേട്ടന്റെ മറ്റേ എങ്ങനെയാണോ ഞാൻ അതേപോലെ അതിനകത്തങ്ങ് അഭിനയിച്ചത്. മറ്റേത് കുറച്ച് സൗണ്ട് ഒക്കെ ഇങ്ങനെ കൊടുക്കുമ്പോ അങ്ങനല്ല, മെച്ചൂരിറ്റിയോടെ സംസാരിക്കും, അങ്ങനെയൊക്കെ പറയും. ഒരു വെബ് സീരീസ് ഞാനിപ്പോ അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആ ഒരു വെബ് സീരീസ്. എന്ന് വെച്ചാൽ ആൾക്കാർ കട്ട വെയിറ്റിംഗാ, അടുത്ത എപ്പിസോഡ് എപ്പോ ഇറങ്ങും, അടുത്ത എപ്പിസോഡ്. കാരണം വെച്ചാൽ സ്നേഹമായിരുന്നു അതിൽ നായിക. ഞാൻ വരെ വെയിറ്റിംഗ് ആയിരുന്നു ഇപ്പൊ അതിന്റെ എപ്പിസോഡ് ഇറങ്ങും. കാരണം നമുക്കത് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. പക്ഷെ അതിൽ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്, അതായത് ഒരു തേർഡ് പേഴ്സൺ റിലേഷൻഷിപ്പിൽ വരുന്നതിന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്ക് വെച്ചിട്ട്, ഫ്രണ്ട്ഷിപ്പിലും റിലേഷൻഷിപ്പിലും ഈ തേർഡ് പേഴ്സൺ ഒരാള് നമ്മുടെ റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും ആ ഒരു വ്യക്തി കാരണമാണ് ഞാനും ഇവളും ഒരു 1-2 മാസത്തോളം മിണ്ടത്തില്ലായിരുന്നു. മിണ്ടും, അതായത് ഒരു ഡിസ്റ്റൻസ് വന്നു. അതായത് ഇതുപോലൊരു തേർഡ് പേഴ്സൺ കാരണം ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആരെയും അടുപ്പിക്കാറില്ല. ഒരു വട്ടം കിട്ടിയപ്പോ പിന്നെ ഇനിയിപ്പോ ആരും പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്തെങ്കിലും ഇതാക്കിയ വഴക്കൂടരുത്, അങ്ങനെ ഒരു ഇടത്തേക്കോ എന്തിനാവുന്നോ. ഞങ്ങളുടെ ഇടയിൽ ഈഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു തേർഡ് പേഴ്സൺ വന്നു, ഞങ്ങളുടെ ഇടയിൽ ഒരു കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അങ്ങനെയൊക്കെ ആക്കി. പിന്നെ ഞങ്ങള് ഇടയ്ക്കൊരു, അതായത് കുറച്ച് സംസാരിക്കാതൊക്കെ ഇരുന്നു. സംസാരിച്ചപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. പക്ഷെ എന്താ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല. എനിക്ക് ഒരു ഇത്തിരി കിട്ടിയാൽ മതി, ഞാൻ ജന്മത്ത് മിണ്ടത്തില്ല. പക്ഷെ എന്തോ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ അവളടുത്ത് ഈ 1 മാസത്തിനുള്ളിൽ ഞാൻ വന്ന എന്തുവാ പ്രശ്നം, എന്താ കാര്യം എനിക്ക് എന്തോ അവളോട് ചോദിക്കാൻ തോന്നി. അപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെ ഈ ഈഗോ മാറ്റി വെച്ച പല റിലേഷൻഷിപ്പും പിന്നെ നന്നായിട്ട് പോകുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ ഈഗോ കാരണമെങ്കിൽ പലർത്തും മിണ്ടാക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ, ഞങ്ങളുടെ ഇടയിൽ ഈഗോ ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ ആ ഒരു സീരീസിന്റെ ഒരു സ്റ്റോറി പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ ആളെ ഇരിക്കുമ്പോൾ വേറൊരു പുള്ളിക്കാരായിട്ട് അത് ബ്രേക്കപ്പ് ചെയ്യാൻ നോക്കും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒത്തിരി അങ്ങനത്തെ ഒരു ലവ് ഫെയിലിയർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്?
അവിടെ സിംഗിൾ ആണെന്ന് തോന്നുന്നു, നമുക്കൊന്നും പറയില്ല, സിംഗിൾ ആണ്. അങ്ങനെയല്ല. അല്ല എനിക്ക് നല്ലൊരു അതായത് തെറ്റ് ചെയ്താലും തേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചെയ്ത തെറ്റ് പുള്ളി അംഗീകരിക്കാതെ പിന്നെ നമുക്കാരും ബോധിപ്പിക്കണ്ടല്ലോ, വീട്ടുകാർക്കറിയാം അങ്ങനെയൊക്കെ. ഇനിയിപ്പോ അടുത്ത റിലേഷൻഷിപ്പ് ആവുകയാണ്. എൻ്റെ അടുത്ത് പറയും അരികെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ അരികയും പമ്പൊക്കെ എടുത്ത് വെച്ചേക്കില്ല. അരികയില് നല്ല സ്റ്റാൻഡേർഡ് പയ്യന്മാരാന്നൊക്കെ എന്നോട് പറഞ്ഞത് നശിപ്പിച്ച്. അപ്പൊ ഓക്കെ എന്തെങ്കിലും ഇത് വരൂ. അപ്പൊ ഇത് എല്ലാവർക്കും ഇത് മോശം മാട്രിമോണി പോലെ തന്നെ അരികെ. മാട്രിമോണി വീട്ടുകാർ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നു, അരികെ വീട്ടില് പറഞ്ഞേക്കുന്നത് ഇത് ബ്രേക്കപ്പ് ആയപ്പോഴത്തേക്കിന് കല്യാണമേ വേണ്ടെന്നാ അമ്മ അറിയുന്നില്ലല്ലോ. അപ്പോഴും പറ്റുന്നില്ല, പഠിച്ചില്ല, എന്നാലും എനിക്ക് ഇനിയും വേണമെന്ന്. അപ്പൊ ഇനി ഒരാള് വരുവാണ്. അപ്പൊ ആൾക്ക് ഒരു ബെസ്റ്റ് ഒരു ഗേൾ ഉണ്ട്. പക്ഷെ അയാൾ പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുകയാണെങ്കിൽ സ്നേഹയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എനിക്ക് അങ്ങനൊന്നുമില്ല. ഈ കുത്തിത്തിരിപ്പ് നോണ അങ്ങനത്തെയൊക്കെ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്ത. ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല. ടോക്സിക് അങ്ങനെ ഒരു സംഭവം അല്ല ഞാൻ സത്യം പറഞ്ഞു. കാര്യം സ്നേഹയുടെ എക്സ് ബോയ് ഫ്രണ്ട് പുള്ളി ഞാനും ഭയങ്കര, ഞങ്ങളൊരു ബ്രദർ സിസ്റ്റർ കൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അതിലൊന്നും അവർക്ക് അങ്ങനെ പ്രശ്നം അല്ല. പുള്ളിക്കല്ലാതെ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എപ്പോഴും കറക്കം? ഇല്ല, അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു. അല്ലാതെ അവന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മിണ്ടുന്നതും എടുക്കുന്നതും ഒക്കെ എന്റെ അടുത്ത് പറയാം. എനിക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം. എന്തുവായിരുന്നു റീസൺ ബ്രേക്കപ്പ് ആയ? അല്ല അത് ഇങ്ങനെ ഓക്കെ. അപ്പൊ ഇനി ഒരു അറേഞ്ച് മാരേജ് കഴിക്കാൻ വരുവാണെങ്കിൽ ആള് പറയുവാണ് ഇനി സോഹന്റെ കൂടെ വീഡിയോ ഒന്നും ചെയ്യണ്ട, എനിക്ക് അതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുവാണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോസ് ഇട്ട് കണ്ടന്റ് ഒന്നും ചെയ്യണ്ട, വീട്ടിൽ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാല് എനിക്ക് കെട്ടണ ചെക്കൻ്റെ വീഡിയോ ചോദിക്കും. അപ്പൊ ഒരു മറ്റേ ഫാമിലി വ്ളോഗാണൊക്കെ ചെയ്തു. എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. ഒരു ഇൻഫ്ലുവൻസറിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാ. ഇനി ഡിഎമ്മില് വരും ഞാൻ നാളെ തന്നെ ക്യാമറയൊക്കെ എടുത്തിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇഷ്ടമാ. പക്ഷെ ഇപ്പഴേ ഞാൻ എന്തായാലും ഒരു കല്യാണത്തിനെ പറ്റുമോ? ഓക്കെ. ഇപ്പൊ ആ ഒരു സീരീസിൽ മെച്ചൂരിറ്റിനെ പറ്റിയാ പറയുന്നത്. ഇപ്പൊ സ്നേഹിക്ക് തോന്നിയിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടർ വന്നപ്പോ എന്റെ റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് മെച്ചൂരിറ്റി കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മെച്ചൂരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് എന്താ ഇവരുടെ കണക്ക് മെച്ചൂരിറ്റി ഇല്ലാത്ത, ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണോ ഹാൻഡിൽ ചെയ്യണോ എന്നൊക്കെ ഇവർക്ക് അറിയാം. എന്റെ വിഷമം പറയുമ്പോഴും ഇവരാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും. പക്ഷെ എനിക്കത് എങ്ങനെ ഹാൻഡിൽ, ഞാനിരുന്ന് കരയും. എനിക്കങ്ങ് ടെൻഷൻ, ഓവറായിട്ട് ഞാൻ ടെൻഷൻ അടിക്കും. ഇവരുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പാടാ മേക്കാനൊക്കെ. ഞാനും ലക്ഷ്മി അവള് ഞങ്ങളുടെ കൂടെ എന്തിനും നിക്കുന്നതാ. പക്ഷെ ഇന്ന് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കൂടെ വന്നേ. എത്ര ഏജ് ഉണ്ട് അപ്പൊ സ്നേഹിക്ക്? എനിക്ക് എത്ര പറയും, ഞാൻ ജനിച്ചപ്പോ അല്ല കണ്ട ഒരു 24, 23 ഒക്കെ കാണും. 23 അതെനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എന്താ ഗസ് ചെയ്യാനോട് അടിക്കും. ഓക്കെ 23. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കണ്ട കൊച്ചായിട്ട് തോന്നും വലിയ? 23 ഉള്ളോ, കണ്ടാ നല്ല പ്രായം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ലൈവിലൊക്കെ വരുമ്പോ പറയും കണ്ട ഒരു 10-30 വയസ്സൊക്കെ പറയും. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുമ്പോ ഞാൻ ചേച്ചിന്ന് വിളിച്ചു. അപ്പോഴറിഞ്ഞ എന്നെക്കാൾ ഒരു വയസ്സ് ഏതാണെന്ന് പറഞ്ഞു. അപ്പൊ എത്ര വയസ്സ്? 24. ഒരു വയസ്സിന്റെ വ്യത്യാസം. ഓക്കെ. ഈ സീരീസിലോട്ട് എങ്ങനെയാ അവര് വിളിച്ചത്? ഈ വെബ് സീരീസ് അത് ഞാൻ പറഞ്ഞില്ല, ലക്ഷ്മി റൈച്ചുവിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സീരീസ് ചെയ്യുന്നോണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. അങ്ങനെ അവൾ അത് എനിക്ക് എടുത്ത് ഷെയർ ചെയ്തടി, മെസ്സേജ് വെക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ചേട്ടന് മെസ്സേജ് ഇട്ടപ്പോ ഓക്കേടാ അവന്റെ ക്യാരക്ടർ ആ ചേട്ടൻ എന്നെ അറിയില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് പാത്തങ്ങാണ്ട് ഇട്ട് ആരൊക്കെയോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ സോഹൻ ചേട്ടൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇത്ര ഫാൻ ബേസ് ഉണ്ട്, അല്ല ഇത്ര ഉണ്ടെന്നല്ല, കുറച്ചൊക്കെ ആൾക്കാരൊക്കെ തിരിച്ചറിയും. പക്ഷെ ആ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വേറെ ആരും ചെയ്തത് ഓക്കെ ആയിട്ടില്ല. കാരണം ഒരു മെച്ചൂരിറ്റി കുറവായിട്ടുള്ള ഒരു 19 വയസ്സിൽ. പക്ഷെ അതിനകത്ത് എന്റെ മെച്ചൂരിറ്റി കുറവ് കാണിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചും കൂടെ സീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. സീരിയസ് അല്ല സോഹനോട് കാണിക്കുന്ന ആ ഒരു സംഭവം ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല. ഇതിന് കുറച്ച് ഇമോഷണൽ, പൂവൊക്കെ പറിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ആ ചേട്ടന് 30 വയസ്സോ 29 വയസ്സുള്ള ചേട്ടനെ 19 വയസ്സുള്ള കുട്ടി പ്രേമിക്കുന്നതാണ് ഒരു സ്റ്റോറി ലൈന്. പക്ഷെ ആ ഒരു ഇമോഷണൽ കാര്യമൊക്കെ സ്നേഹം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് പിന്നെ പറഞ്ഞു തരും കേട്ടോ, ശരിയാവുന്നത് വരെ പറഞ്ഞു തരും എനിക്ക്. പക്ഷെ എനിക്ക് അതൊന്നും സോഹൻ ചേട്ടൻ്റെ കൂടെ കോമഡി മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക്
ഇഷ്ടമാ വെറൈറ്റി എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഞാൻ ഇത് പോയത്. അപ്പോൾ എനിക്ക് ശരിയാവില്ലായിരുന്നു, പക്ഷെ റൈച്ചു പറഞ്ഞു തരും ഇങ്ങനെ 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 സോഹം കിട്ടിയത് നമ്മുടെ സ്നേഹം. അല്ല, ആ വീഡിയോ കണ്ട് എനിക്കും ഭയങ്കര ഫീൽ ആയി. സ്നേഹം അടുത്തിരിപ്പുണ്ട്, പക്ഷെ വീഡിയോ കാണുമ്പോഴും ഇവൾ അതിൽ വിഷമിക്കുമ്പോൾ നമുക്കും കൂടെ വിഷമം. അങ്ങനെയൊക്കെ അഭിനയിച്ചേക്കുന്നൊക്കെ നല്ലത്. സോഹനും ടീമും ഒക്കെ അപ്പൊ എന്തോ അഭിനയം കണ്ടോ? അവൻ ഞെട്ടിക്കാണ് ഇങ്ങനത്തെ ഇവർക്ക് ഇത്രയും അല്ല, സോജേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു, കൊള്ളാടാ നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര അതാ എന്ന് വെച്ചാൽ 5 മില്യൺ 6 മില്യൺ പോയിട്ട് ഓരോ സീരീസിന് ആൾക്കാർ ഒരു കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അടുത്ത അതുപോലത്തെ സീരീസ് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ? ആ, ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്, സ്വന്തമായിട്ട് അതേപോലെ ചെയ്തിടണമെന്നൊക്കെ. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഇവരോടാ പോയി പറയുന്നത്, ഭയങ്കര കൂട്ട് നിൽക്കുന്നത്. ചില പെൺകുട്ടികളുണ്ട് പെണ്ണും പെണ്ണും ചേർത്തില്ല എന്ന് പണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കുറെ നാളെ കഴിയുമ്പോൾ ഈഗോ പ്രശ്നം വരും, അസൂയ പ്രശ്നം വന്ന് ഇങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവാൻ നേരിട്ടുണ്ട്. ശരിയാണോ അങ്ങനെ എന്തെങ്കിലും? അതുണ്ട്, അതല്ലേ പറഞ്ഞ ഞാൻ പറഞ്ഞ തേർഡ് പേഴ്സൺ നല്ല ഫ്രണ്ട് ആയിരുന്നു. നീ ഇങ്ങനെ ഉണ്ടായിരുന്നു കൂടെ നിന്നിട്ട് ഇങ്ങനെ പെണ്ണുങ്ങള് കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തോന്നിപ്പോയോ നമ്മുടെ അമ്മ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കോ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ല അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കാൻ കെയറൊക്കെ ചെയ്യുന്നത്. എടാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്ന് പോയി പച്ചക്ക് കുറ്റം പറയും. ഇപ്പം സ്നേഹിക്ക് മറ്റേ സോഹൻ ഗ്യാങ്ങോട്ട് ഭയങ്കര കണക്ഷനാണ്. സ്നേഹിക്ക് തോന്നിയിട്ടുണ്ടോ ഗേൾസിനെ കാട്ടിയും ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് ആണ് കുറച്ചുകൂടി സേഫ്, അവർ കൂടെ ചതിക്കത്തില്ല? ഈ ഇങ്ങനെ അവിടെ ഇവിടെ ചെന്ന് നുണയൊന്നും പറയാ, അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളാ കൂടുതലും. അല്ല, സോഹൻ ചേട്ടനെ നമുക്ക് എന്തുണ്ടെങ്കിലും പറയാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇതിലോട്ട് ഫസ്റ്റ് വന്നപ്പോ വൈറലായ വീഡിയോ എന്തുവായിരുന്നു? ഞാൻ അപരാധം വീഡിയോ എന്നും പറഞ്ഞു പേര്, അതിനകത്താണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. എന്ത് വീഡിയോ? അപരാധം മീഡിയ. അത് മറ്റേ LGBTQ-നെ ഊക്കിയിട്ടുള്ള ഒരു സംഭവം. അല്ല അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഞാനും അവിടെ അവരുടെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ LGBTQ-നെ കളിയാക്കോ? അല്ല, ഇങ്ങനെ ഞാനിങ്ങനെ മയക്കം കൊണ്ട് പബ്ലിക് റിയാക്ഷൻസ് പോലെ എന്നിട്ട് ചോദിക്കുക എന്താ അഭിപ്രായം LGBTQ-നെ പറ്റി. അപ്പൊ അവരിങ്ങനെ പറയാ, അങ്ങനെയുള്ളവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേണ്ടാതാ മറ്റേതാ. പ്ലാൻഡ് വീഡിയോ ആയിരുന്നു. ഓക്കെ ഓക്കെ. എന്നിട്ട് അതിൽ എങ്ങനെ കമന്റ്സ് ഒക്കെ വന്നേ? ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുന്നത്, അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ബാഡ് കമന്റ് ഒക്കെ വരാറുണ്ട് എനിക്ക്. പിന്നെ അതിൽ നിന്നാണ് അപ്പൊ കേറിയത് സോഹൻ ചേട്ടന്റെ. സോഹനായിട്ട് അപ്പൊ എങ്ങനെയായിരുന്നു കണക്ഷൻ? അതെന്റെ അനിയൻ സ്റ്റോറി ഷെയർ ചെയ്തു, മറ്റേത് ലക്ഷ്മി ഷെയർ ചെയ്തു. എന്റെ അനിയൻ, ഞാൻ സോഹൻ ചേട്ടന്റെ വീഡിയോ മിത്താലി ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണുമായിരുന്നു. അനിയൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, അനിയന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറഞ്ഞു എടി ഇങ്ങനെ സോഹൻ സ്റ്റോറി ഇട്ടേക്കുന്നു, മെസ്സേജ് ഇട്ട് നോക്കുന്നതാണ്. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ട ചേട്ടാ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ചെയ്ത സമയത്ത് ഭയങ്കര ഇപ്പൊ നമുക്ക് പണ്ട് വിലയില്ലാതിരുന്ന ആൾക്കാർ ഭയങ്കര സ്നേഹം റീലൊക്കെ കൊള്ളാൻ ഭയങ്കര ഇതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നാട്ടിലൊക്കെ കുറച്ച് ഇത് നാട്ടു സീനായിരുന്നോ? അല്ല അങ്ങനല്ല, നാട്ടിലൊക്കെ കുറച്ച്. എനിക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് മൊമെന്റ് ഒക്കെ കിട്ടി, സെലിബ്രിറ്റി ആയതിന്റെ. നമ്മുടെ നാട്ടില് എന്നുവെച്ചാൽ ആരും മൈൻഡ് ഒന്നും ചെയ്തൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി അങ്ങനെ ഒരു സംഭവം ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ആൾക്കാരൊക്കെ പുറത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വന്ന് ഫോട്ടോ എടുക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യും. വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? വീട്ടിലൊക്കെ എന്റെ അമ്മ അച്ഛനൊക്കെ മുന്നേ ഒക്കെ ഞാൻ സോഞ്ചേട്ടൻ്റെ കൂടെ പോയ സമയത്ത് ഒരു 8 മണിക്കൊക്കെ എന്നെ രാത്രി കൊണ്ടാക്കുന്ന സമയത്ത് പപ്പ പറയും ഇത്ര ലേറ്റ് ആവല്ലോ, നേരത്തെ കൊണ്ടുവിടണേ എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ 12 മണി 1 മണി ചിലപ്പോ വീട്ടിൽ കയറാറേ പോലും ഇല്ല. പോയില്ല അങ്ങനെയല്ല, ഷൂട്ട് ലേറ്റ് ആവും. ലോങ് വീഡിയോ എടുക്കുന്നുണ്ട് സോഹൻ ചേട്ടാ, അപ്പൊ അതിന്റെ ഷൂട്ട് കഴിയുമ്പോൾ 11 ഇപ്പൊ ഞാൻ ഒരു ദിവസം പോവാതിരുന്നാ പപ്പ ചോദിക്കും എന്താ നീ പോണില്ലേ എന്ന്, ഷൂട്ടില്ല അങ്ങനെ ചോദിക്കും. റീൽസ് എടുക്കട്ടെ. അവിടെ വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ ഇപ്പം? എന്റെ അമ്മയോ? കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. ഞാൻ നേഴ്സാണ്, അപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ ഞാൻ ജോലിയൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ. അല്ല അങ്ങനെയല്ല, നിർത്തി. ഞാൻ മുന്നേ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് 8 മാസത്തോളം ഡ്യൂട്ടി ചെയ്തോണ്ടിരുന്നപ്പോ എടുക്കാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ കുഴപ്പമില്ല. നിങ്ങളുടെ മറ്റൊരു റീൽ ഉണ്ടായിരുന്നല്ലോ, കൂട്ടുകാരിയുടെ പേര് പറ. അത് ഭയങ്കര ഇംഗ്ലീഷിലൊരു റീലായിരുന്നു, നിങ്ങൾ ട്രെൻഡ് ആക്കിയത് നിങ്ങൾ എടുത്തു. അതെല്ലാരും ചെയ്ത് കഴിഞ്ഞിട്ടാ നമ്മൾ ചെയ്തു, പക്ഷെ അത് എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തുവാണ്? ഇനി യൂട്യൂബ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ? ഇല്ല, എനിക്ക് ഞാൻ ക്ലാസ്സിന് കോസ്മെറ്റോളജി സ്റ്റുഡന്റാ. എനിക്ക് ഇനി അത് ഡെയിലി പോയി അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത്. കോസ്മെറ്റോളജി ആണല്ലേ? രാവിലെ 10 ബ്ലഷ് ഒക്കെ ഇവിടുന്നൊക്കെ മാറി ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, ഭയങ്കര മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടമായി. എവിടെ പോയാലും നമ്മളിപ്പം പറയുന്നത് ലിപ്സ്റ്റിക് ഇടും. നമ്മളൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മള് പെൺപിള്ളേർക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ പക്ഷെ രാവിലെയൊക്കെ ഒരുങ്ങി വരുവാണെങ്കിൽ ഇടത്തില്ല. ബിഗ് ബോസിൽ സ്നേഹം വിളിച്ച സ്നേഹം പോവോ? ഞാനത് ആലോചിക്കാം. മോഹൻലാലിനോട് എങ്ങനെ സംസാരിക്കും? മോഹൻലാൽ ഇപ്പൊ ചോദിക്കണേ എങ്ങനെ സംസാരിക്കും? മോഹൻലാൽ എന്താ സ്നേഹം? അത് ലാലേട്ടോ. ഞാനത് ആലോചിക്കുന്ന സ്നേഹം ബിഗ് ബോസിൽ പോയുള്ള അവസ്ഥ. ഓക്കെ, ബിഗ് ബോസിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമൊക്കെ തന്നെ. എങ്ങനെ പുറത്ത് നോക്കുമ്പോ എങ്ങനെ തോന്നുന്നു ആ ലൈഫ് കണ്ടിട്ട്? ബിഗ് ബോസിലെ അങ്ങനൊന്നും ചോദിച്ചാൽ അറിയത്തില്ല. ഇങ്ങനെ ഭയങ്കര ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ ക്യാമൊക്കെ സ്നേഹമ സ്നേഹമ ഇങ്ങനെയൊക്കെ വിളിക്കണേ. അത് നിനക്ക് ഇഷ്ടല്ലേ? കളിയാക്കലിട്ടപ്പോഴാ അതിന്റെ കമന്റ്സ് ഒക്കെ വരുമ്പോഴാ രസം. അവരെടുക്കുമ്പോ നമുക്കൊരു പ്രശ്നമില്ല. ഇതൊരു പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് കാണുമ്പോഴേ നമുക്കൊരു ചില ദിവസങ്ങളിൽ എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത്, ഫോട്ടോ എടുക്കാൻ. ചില ദിവസങ്ങളിൽ മൈൻഡ് ചെയ്യത്തില്ല. അല്ല, നമ്മള് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഈ ബസ്സിലൊക്കെ കേറുമ്പോഴത്തേക്ക് ഇങ്ങനെ കളിയാക്കും. സോഹ വിളിച്ചിട്ട് കളി പിള്ളേരുണ്ടല്ലോ ചെറിയ, അപ്പൊ കേൾക്കുമ്പോ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, സിനിമയിലൊക്കെ പോകാനൊക്കെ അപ്പൊ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, എല്ലാത്തിനും ഇഷ്ടം. ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയല്ലേ. അങ്ങനെ ആരെങ്കിലും വല്ല ഷോർട്ട് ഫിലിമോ മൂവി അങ്ങനെ? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആണോ? മുന്നേ. അത് വൈറലാ, ട്രോൾ ഇറങ്ങി വൈറലായിരുന്നു. മോരും മുതിരയെന്ന് പറയുന്ന ഒരു കൃത്രിമ ശ്വാസം കൊടുക്കുന്ന. കൃത്രിമ ശ്വാസം നീയാണോ കൊടുക്കുന്നത്? CPR കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കൃത്രിമ ശ്വാസം. ഒരു സംഭവം ട്രോളിന്റെ പേജിനകത്ത് ഇട്ടിട്ട് അത് ഭയങ്കര വൈറലായി. അതിനുശേഷം ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഒത്തിരി ബസ്സിന്റെ പ്രശ്നമൊക്കെ വന്ന റീൽസ് ഒക്കെ നിങ്ങളുടെ അവിടെ ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ ഇട്ട് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കൊല്ലത്തൊരു ബസ്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പേര് പറയുന്നില്ല. അപ്പൊ ആ സൈഡുള്ളവർക്കൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഇഷ്യൂ ഉണ്ടെന്ന് ആ ഒരു കൊച്ച് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പോകുമ്പോൾ ഇവിടെ ഒത്തിരി പെണ്ണുങ്ങൾ കൊല്ലം ഗേൾസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ കൊല്ലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ബസ്സിനകത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊല്ലമെന്നല്ല, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുവായിരുന്നു അനുഭവം? അങ്ങനല്ല, 1-2 അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, റിയാക്ട് ചെയ്യും. ഒരിക്കൽ ഇതുപോലെ ട്രെയിനിൽ കൊല്ലത്തുനിന്ന് കയറിയതാ. മലയാളീസ് അല്ല, ബംഗാളികൾ എന്താണെന്ന് തോന്നുന്നു. എന്റെ അടുത്തിരിക്കുന്നു. അപ്പൊ ഓപ്പോസിറ്റ് അവരുടെ ഫ്രണ്ട് ഇരുന്ന്, അപ്പൊ ഈ പുള്ളിയുടെ ഫോണിൽ നോക്കിയപ്പോഴത്തേനും ഞാനും അടുത്തിരുന്ന ബംഗാളിന്റെയും കൂടെ ഉള്ള ഫോട്ടോ അയാളുടെ ഫോണിൽ അപ്പുറത്തിരുന്ന് ഫ്രണ്ട് അയച്ചു കൊടുത്തു. അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര പ്രശ്നമാക്കി. അവരെ കൊണ്ട് സോറി ഒക്കെ പറയിപ്പിച്ച. എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു, 2-3 അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ സോറി ഒക്കെ പറയിപ്പിച്ച്. അതുപോലെ കൊട്ടിയത്തുനിന്ന് തന്നെ, അതിപ്പോ ഒരു 2 വീക്സ് മുന്നേ കൊട്ടിയത്തുനിന്ന് ബസ്സിൽ കയറിയപ്പോൾ ഇതുപോലെ ഒരു ബാഡ് ടച്ച് പോലെ ഫീൽ ചെയ്ത്. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞിട്ട് ആ പുള്ളീനെ മാറ്റി നിർത്തി ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിയാക്ട് ചെയ്യാനും പേടിയാണ്. മറ്റേ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഈ ബസ്സിലൊക്കെ ബാക്കിയുള്ള ചെറുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല. അവര് കുഴപ്പമില്ല അവളെയല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കുന്നത്. അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇറിറ്റേഷൻ ആവുന്നത്. ഇപ്പൊ ഈ കൊല്ലം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ട്രോളാണ്. കൊല്ലത്തുള്ള ഒരു ലേസിനടി, പപ്പടത്തിനടി, പായസത്തിനടി, ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ കൊല്ലത്തുള്ള ആൾക്കാർ? അല്ല, എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ നിന്ന് കൊല്ലംകാരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരുപ്പൂരാ പഠിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. പക്ഷെ എന്നെ കളിയാക്കും എപ്പോഴും, നീ കൊല്ലംകാരിയല്ലേ, കൊല്ലംകാരെ വിശ്വസിക്കരുതെന്ന് പറയുമെന്ന്. പക്ഷെ ശരിക്കും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ ചിലപ്പോൾ, അല്ല ട്രിവാൻഡ്രത്തെ പറഞ്ഞില്ല കേട്ടോ, അങ്ങനല്ല ഞാൻ പറഞ്ഞല്ല, ഈ മലപ്പുറം അങ്ങോട്ട് തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഇങ്ങനെ കളിയാക്കും. അപ്പൊ ഞാൻ അവിടെ ഉള്ളവരൊക്കെ മാറി നിന്ന് കുറ്റം പറയും. നമ്മൾ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ലേസിനും ഫുഡിനൊക്കെ ഭയങ്കര വഴക്ക. എല്ലാ ജില്ലയിലും ഉണ്ട് ഐഡിയ, അതൊന്നും അവര് പറയില്ല. കഴിച്ചോ? ഞാൻ വന്നപ്പോ തന്നെ കഴിക്കാനൊക്കെ കൊടുത്തിന്. അതിന് വേണ്ടിയുള്ള പ്രശ്നം. ഞങ്ങള് സ്നേഹമുള്ള മനുഷ്യരാണ്. കൊല്ലത്തുള്ളവർ എല്ലാരും ഒന്നും പറയുന്നില്ല. എല്ലാരും അല്ല, അത് എല്ലാ ജില്ലയിലും കാണുമല്ലോ സ്നേഹമുള്ളവരും അല്ലാത്തവരൊക്കെ. സഹായിക്കും, പെട്ടെന്ന് സഹായിക്കും. നമ്മൾ വേഗം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വന്ന് അങ്ങനെയൊക്കെ. അപ്പൊ ഇനി അടുത്തൊരു വെബ് സീരീസ് ചെയ്യുവാന്ന് നിങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോ പ്ലാൻ ഉണ്ട്. അപ്പൊ എങ്ങനത്തെ ഒരു ക്യാരക്ടർ, എങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും എടുക്കുന്നത്? സീരിയസ് ആയിട്ടുള്ള സ്റ്റോറിയാ, ബ്രേക്കപ്പ് അങ്ങനെയല്ല, ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കും. തീരുമാനിച്ചില്ല. അല്ല, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണോന്നാണ് ആഗ്രഹം. അവളുടെ സ്റ്റോറി തന്നെ എടുത്ത് ഇമോഷണലി അവള് തന്നെ അഭിനയിക്കണം, അങ്ങനെയാണോ? എനിക്ക് എന്റെ ഏട്ടായി എന്നെ പറ്റിച്ചത് അങ്ങനെ വല്ലതും ആണോ? എന്തെങ്കിലും എപ്പോഴും ഈ സ്റ്റോറിയൊക്കെ ഇടുമല്ലോ, ഈ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ, അത് ഭയങ്കര വിഷമം വരുമ്പോഴത്തിടും. ഞാൻ പറയും ഇടരുത്. കാണുന്നവര് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കും, മറ്റുള്ളവരെ അറിയിക്കരുത്. ഞാൻ പണ്ട് കാണുന്നുണ്ടോ ഈ സ്റ്റോറി ഇടുന്നത്?
അല്ല അതില്ലേ പണ്ടോട്ടെ ഞാൻ ശീലിച്ചു പോയതാ. വിഷമമൊക്കെ വരുമ്പോ DP മാറ്റുക, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഒക്കെ കാണണം. ഇപ്പോഴും കമന്റ് സങ്കടം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് അപ്പോഴേ DP നോക്കണം. നല്ല അടാറ് DP-കളൊക്കെ ആയിരിക്കും. എന്തുവാ അപ്പൊ ശരിക്കും സങ്കടം വരുമ്പോ ചെയ്യുന്ന വാട്സാപ്പിൽ DP മാറ്റി ഇതൊക്കെ പണ്ട് ഞാൻ സങ്കടം വരുമ്പോ എന്നെ ലക്ഷ്മിനെ വിളിച്ചും കരയും. ഇല്ല ഫോണിൽ എന്തൊക്കെ ചെയ്യും? DP മാറ്റും, സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും. ഒരു 25 വയസ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ ഫോട്ടോസ് ഒക്കെ അർച്ചിക്ക് വീഴും, DP ശരിക്കുമാണ്. പിന്നെ ട്രെയിൻ കണക്കെ സ്റ്റോറി ഇടും. കൊറേ ഈ സാഡ് ആയിട്ട് വരുന്ന റീൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ റീപോസ്റ്റ് ചെയ്യും. ഇവര് ഏത് നോക്കിയാലും കാണും എന്റെ ഒരു തല അത് ലൈക്ക് ഇടുന്ന. എനിക്കിനിയിപ്പോ ഇതിൽ കമന്റ് LKG പഠിക്കുന്ന പിള്ളേരെയൊക്കെ കൊണ്ട് ഇന്റർവ്യൂ എടുത്തെന്നും പറഞ്ഞിട്ടുണ്ട്. 25 വയസ്സൊക്കെ ആകുമ്പോ നീ ഇതൊക്കെ ആലോചിച്ചിരിക്കും. ഇന്റർവ്യൂ എടുത്ത് കാണുമ്പോഴേ ഇവള് തന്നെ അങ്ങ് ചിരിക്കും. എനിക്ക് തോന്നില്ല ഞാനിനി മെച്ചേർഡ് ആവുമെന്ന്. അതെ, ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് മെച്ചൂരിറ്റി ഇല്ല. നീ ഇവളെ കണ്ടപ്പോഴാ മനസ്സിലായത് എനിക്ക് അന്ന് കെട്ടിച്ചു വിടാനെ കാര്യമായെങ്കിൽ പിന്നെ എന്റെ കൊച്ചെന്നെ നോക്കേണ്ടി വന്നേന്. അത് കറക്റ്റാ. ഓക്കെ, അപ്പൊ ഇനി സോഹനുമായിട്ട് വെബ് സീരീസ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് സ്വന്തമായിട്ട് സീരീസ് റൈച്ചസ് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ചേട്ടനോടല്ല, സോഹം എന്നെ നീ വിട്ടല്ലേ? ഞങ്ങള് ചെയ്യാം, റൈച്ചസ് അഭിനയിക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ച താല്പര്യമാണ്. സോഹൻ ചേട്ടൻ കോമഡി അല്ലേ ചെയ്യാൻ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചുകൂടി എല്ലാം ചെയ്ത് നന്നായിട്ടാവട്ടെ, ഇനി സിനിമയിലൊക്കെ എത്തട്ടെ. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ഒക്കെ എടുക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ.